ഇന്ന് നമുക്കൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് കേട്ടോ ഓർഡർ ഉള്ളത്. ഇതൊരു ബ്രദറിന് വേണ്ടിയിട്ട് സിസ്റ്റർ ഓർഡർ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റിന് അവർക്ക് വേറെ എന്തൊരു ഫംഗ്ഷൻ ഉള്ളത് കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഓർഡർ ക്യാൻസൽ ആക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കിയതാണ് ഓൾറെഡി, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ വെള്ളിയാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞ കേക്ക് ഞായറാഴ്ച ആയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ സ്പഞ്ചൊക്കെ നന്നായിട്ട് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമ്മൾ കേക്ക് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസമായിട്ടാണ് കേട്ടോ ബാക്കി വർക്കൊക്കെ ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. അതിൻ്റെ ഫില്ലിങ് തന്നെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മളിത് പ്രലൈൻ ഉണ്ടാക്കിയിട്ട് അത് ഫില്ലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് ഗനാഷും ബൂസ്റ്റും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ലെയർ നമ്മളിതൊക്കെ പോലെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കിൽ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒലിച്ചിറങ്ങുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചോക്ലേറ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് അവിടെ നെറ്റ്സാണ് കേട്ടോ സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രളയനും കൊണ്ടും നമുക്കിത് കവർ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഈ നട്ട്സാണ് ഒന്നും കൂടി ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നട്ട്സ് സൈഡിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ മുകളിൽ ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു കേക്കിന് അധികം ഡെക്കറേഷൻ്റെ കാര്യമൊന്നും ആവശ്യം വരുന്നില്ല. അത്രയും ലുക്കാണ് ഈ ഒരു കേക്ക് കാണാൻ തന്നെ. പക്ഷേ എന്നാലും നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെയിമും എഴുതി കൊടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ.